ഞാൻ എൻ്റെ ചക്ര ഹീലിംഗ് ബ്രേസ്ലെറ്റ്സ് ഉണ്ടല്ലോ, അത് എനർജൈസ്ഡ് അല്ല ഞാൻ വാങ്ങിച്ചേക്കുന്നത്. എനിക്കറിയില്ല എനർജൈസ്ഡ് ആണോ എന്ന്. അതെങ്ങനെയാണ് ക്ലെൻസ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ പുതിയതിപ്പോൾ വാങ്ങിച്ചില്ലേ, ഇതിനെങ്ങനെയാണ് ഉപയോഗിക്കും മുമ്പ് ക്ലെൻസ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഒരെണ്ണമല്ല, ഒരു 10 എണ്ണമൊക്കെ വരും. ആദ്യം ഞാൻ കുറച്ചൊരു പാത്രത്തിൽ വെള്ളം എടുത്തു. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ ഇതുണ്ടല്ലോ, എന്തെങ്കിലും ഇങ്ങനെ മണമുള്ള എന്തെങ്കിലും ലിക്വിഡ് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ എൻ്റെ കയ്യിൽ മണമുള്ള ലിക്വിഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം സ്പ്രേ ചെയ്യുകയാണ്. തീർന്നു സംഭവം ഏകദേശം. ഓക്കെ, ഇനി സ്പ്രേ ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തു. ഇനി ബ്രേസ്ലെറ്റെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. മെയിനായിട്ട് ഇപ്പോൾ റോസ് ക്വാർട്സാണ് ഞാൻ എടുക്കാൻ വേണ്ടി പോകുന്നത്. ഇതാണ് റോസ് ക്വാർട്സ്. ഇത് ബാക്കി മണി മാഗ്നറ്റ് ബ്രേസ്ലെറ്റും കൂടി ഇടാനാണ് വിചാരിക്കുന്നത്. നോക്കാം. ഇത്രയും ബ്രേസ്ലെറ്റ് എന്തായാലും ഞാൻ ഒരുമിച്ചിടൂല. കാരണം നമുക്ക് ക്രിസ്റ്റൽസ് ഇട്ടത് കൊണ്ട് വലിയ ഒരു നെഗറ്റീവ് എഫക്റ്റ് ഉണ്ട് എന്ന് എനിക്കറിയില്ല. ഉണ്ടോ എന്ന് എനിക്കറിയില്ല, സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. എന്നാലും ഒരുമിച്ച് ഇത്രയും വാരി ഇടണ്ടെന്ന് വിചാരിച്ചിട്ട് 1 or 2 ബ്രേസ്ലെറ്റൊക്കെ ഞാൻ ഇടുകയുള്ളൂ ഒരു സമയത്ത്. ബാക്കി വൃത്തിയാക്കി അങ്ങ് വെച്ചിട്ട് പിന്നെ മാറ്റി ഇടാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ ഇത് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കഴിയുമ്പോൾ എടുത്ത് മാറ്റും. വെള്ളം കളയും. ബ്രേസ്ലെറ്റ് ഫാനിൻ്റെ അവിടെ വെച്ച് ഉണക്കിയതിന് ശേഷം എവിടെയെങ്കിലും ഒരു ടിന്നിലോ എന്തെങ്കിലും ഇട്ട് സൂക്ഷിച്ച് വയ്ക്കും. 1 or 2 കയ്യിലിടും. റിലേഷൻഷിപ്പൊക്കെ നമ്മുടേത് ഹീലാവാൻ വേണ്ടിയിട്ടാണ് റോസ് ക്വാർട്സ്. മണി മാഗ്നറ്റ് ഉണ്ട്, അത് പൈസ വരാൻ വേണ്ടിയിട്ടെന്നാണ് പറയുന്നത്. എന്തായാലും അത് രണ്ടും ഇടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ചക്ര ഹീലിംഗ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഇമോഷൻസിൻ്റെ ഇതിനാണ് മൂൺ സ്റ്റോൺ, ആ വൈറ്റ് കളർ ഉണ്ട്, അതാണ് മൂൺ സ്റ്റോൺ. അപ്പോൾ എന്തായാലും ഞാൻ പിന്നെ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞുതരാം. ഞാൻ പഠിച്ച് വരണേ ഉള്ളൂ, അപ്പോൾ ഡീറ്റെയിൽഡായിട്ട് പറയാൻ എനിക്ക് പറഞ്ഞുകൂടാ. എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.